Hi everyone, welcome back to yet another episode of Travel Mug. നമ്മുടെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിന് ഒരു ബിഗ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു മെഷീൻ വാങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഒരു വാൻ ലൈഫ് ആയിരുന്നു. ആ വാൻ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മോട്ടോർ ഹോം പർച്ചേസ് ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന വഴിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മോട്ടോർ ഹോമിന്റെ റിവീലിംഗ് ആണ്. മോട്ടോർ ഹോം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര കാര്യമായിട്ട് വലിയ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കരുത്. വാൻ ലൈഫ് ആണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് തേടി അലഞ്ഞ് ഒരു റെട്രോ വാൻ നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നൺ അതർ ദാൻ മാരുതി സുസുക്കി ഒമ്നി. കഴിഞ്ഞ 27 മണിക്കൂറായിട്ട് നിർത്താതെ ഓടി, ഒരു 10 മിനിറ്റ് തികച്ച് റെസ്റ്റ് എടുക്കാതെ ഞങ്ങൾ കേരളം ഫുള്ള് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു 27 മണിക്കൂർ, ഇന്നലെ വെളുപ്പിന് ഏകദേശം ഒരു 4 മണിക്ക് ഞാനും നമ്മുടെ ക്യാമറയുടെ പുറകെ നിൽക്കുന്നുണ്ട് നമ്മുടെ ലൂക്ക ബ്രോയും കൂടെ കൊല്ലത്തുനിന്ന് തിരിച്ച് നമ്മൾ ഓൾമോസ്റ്റ് കേരളത്തിൽ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ വയനാട് ഫുള്ള് കവർ ചെയ്തു. ഒന്ന് രണ്ടിടത്ത് വണ്ടികളുണ്ട്, കാര്യങ്ങളുണ്ട്, വാഹനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥിരം പരിപാടി. ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സൂപ്പർ വണ്ടി അടിപൊളിയാന്നൊക്കെ പറയും. നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ കോലം കാണുമ്പോൾ നമുക്ക് തന്നെ കഷ്ടം തോന്നും. അങ്ങനെ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് റെഡി ആയതാണ് നമ്മുടെ ഈ വണ്ടി. ഇതിൻ്റെ ഓണറെ വെളുപ്പാങ്കാലത്തെ കുത്തിപ്പൊട്ടി. വെളുപ്പാങ്കാലത്ത് ഒരു 3 മണിയായപ്പോൾ കുത്തിപ്പൊട്ടി. ഞങ്ങൾ ഡയറക്റ്റ് വാങ്ങിച്ച് ഇപ്പം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന വടക്കുംനാഥൻ്റെ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ശരിക്കൊന്നും കഴിച്ചിട്ട് പോലുമില്ലല്ലേ ലൂക്കബ്രോ? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ശരിക്കൊന്നും കഴിച്ചിട്ട് പോലുമില്ല. അമ്മാതിരി അരച്ചിലായിരുന്നു. ഇരുന്ന് നടുവിന് നാപ്പോട്ട് ഉണ്ടാവുമെന്ന് അറിയാൻ വയ്യ. അതുപോലെ അലഞ്ഞു. ഒരുവിധം കേരളം ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ശരിക്കും നല്ലോണം അലഞ്ഞു ഈ വണ്ടിയല്ല. വണ്ടി അന്വേഷിച്ച് നമ്മളൊരു 3-4 വണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയതാണ്. പോയി കണ്ടപ്പോൾ എല്ലാം പോക്കാണ്. അങ്ങനെ യാതൊരു ഐഡിയ ഇല്ലാതെ അവസാനം എന്താ പറയുന്നത്, ഭ്രാന്ത് പിടിച്ചിരുന്ന സമയത്ത് രാത്രി കൈ വന്നതാണ്. ഇതിൻ്റെ ഓണർ നമുക്കിപ്പോൾ നമ്മൾ വാങ്ങിച്ച ആളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പൊളിയായിരുന്നു. രാത്രിയായിട്ടും സാധനം എന്താ പറയുക, നമ്മുടെ വണ്ടിയെ പറ്റി കൂടുതൽ പറയുമ്പോഴത്തേക്ക് ഇത് 97 ഫസ്റ്റ് മോഡൽ ഒന്നിയാണ്. നിങ്ങൾക്ക് ആ ഹെഡ്ലൈറ്റ് കാണുമ്പോഴത്തേക്ക് അറിയാം നമ്മൾ തപ്പി നടന്നതായിരുന്നു. നമുക്ക് റൗണ്ട് ഹെഡ്ലൈറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആകുമ്പോഴത്തേക്ക് ഒരു റെട്രോ ലുക്ക് ഉണ്ടാവും വണ്ടിക്ക്. അങ്ങനെ പക്കാ റെട്രോ ലുക്കുള്ളൊരു വണ്ടി തന്നെ നമുക്ക് കിട്ടി. പെയിൻറ്റ് ക്വാളിറ്റി എല്ലാം നല്ല പെയിൻറ്റ് ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല പെയിൻറ്റ് ക്വാളിറ്റിയാണ്. വണ്ടി വരുന്നത് കാർബറേറ്ററാണ്. അതുപോലെ തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്, വണ്ടി LPG കിറ്റും ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ട്രാവലിങ്ങിന് നമുക്കത് കൂടുതൽ എന്താ പറയുക, ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ്. അപ്പോൾ നമുക്കത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഗൈസ്, നമ്മളെന്തായാലും ഹാപ്പി ആയിട്ടോ. നമ്മളെന്തായാലും ഇത്രയും അലഞ്ഞെന്നുണ്ടെങ്കിലും അവസാനം ഒരു ദിവസം ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. എന്തായാലും അത്യാവശ്യം ഒരു മീഡിയം കണ്ടീഷനിൽ നല്ലൊരു വണ്ടി, ഒരു റെട്രോ ലുക്കുള്ള റെട്രോ തന്നെയാണ്. ആ 90s ഫസ്റ്റ് മോഡൽ എനിക്ക് റൗണ്ട് ഹെഡ്ലൈറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ് വരുന്ന വണ്ടി തന്നെ നമുക്ക് കിട്ടി. അതൊരു ഭയങ്കര സന്തോഷം അല്ലേ. പിന്നെ ബാക്കിയുള്ള വണ്ടികൾ പോലെ നമുക്കിനി ഇതിനകത്ത് കൂടുതൽ കാര്യമായിട്ട് എൻജിൻ സൈഡോ അല്ലെങ്കിൽ മെക്കാനിക്കൽ പരമായിട്ട് പണിയെടുക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ ട്രാവലിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ഒന്ന് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബെഡും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്യുക, അകത്ത് താമസിക്കുക എന്നുള്ളൊരു രീതിക്ക് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ വണ്ടിക്ക് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈറ്റ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണം. ഓഫ്കോഴ്സ് നമ്മുടെ ഫോഗ് കാര്യങ്ങൾ അതൊക്കെ മുമ്പോട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇനി ഫുള്ള് വണ്ടിയുടെ അപ്ഡേറ്റ്സ് ആയിരിക്കും. വണ്ടി ബിൽഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസും അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ മറക്കാതെ വീഡിയോസ് എല്ലാം കാണണം. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് പരിചയപ്പെടാം. ഗൈസ്, ഇതാണ് നമ്മുടെ 97 മോഡൽ മാരുതി ഒമ്നി. ഇതിൻ്റെ ഫ്രണ്ട് ലുക്കിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ഹെഡ് ലാംപ്സ് തന്നെയാണ്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ആ വണ്ടിയുടെ ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ ഹെഡ് ലാംപ്സ് തന്നെയാണ്. ആ റൗണ്ട് അതൊരു ഭയങ്കര റെട്രോ ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ബമ്പറിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് മോഡൽ വണ്ടികളെ പോലെ പ്ലാസ്റ്റിക്കോ ഫൈബറോ അല്ല, മെറ്റലാണ് വരുന്നത്. അതുപോലെ തന്നെ ലാംപ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡിസൈൻ പാനൽ വരുന്നു.
പിന്നെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഫ്രണ്ടിലേക്കില്ല. പിന്നെ അവിടുന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള റിയർ വ്യൂ മിററാണ് വരുന്നത്. അതുപോലെ തന്നെ വീൽസിൻ്റെ സൈസ് വരുമ്പോഴത്തേക്ക് 12 ഇഞ്ച് വീൽസാണ് വരുന്നത്. അതുപോലെ സ്ലൈഡിങ് ഡോർസ്. പിന്നെ വണ്ടിയുടെ പെയിൻറ്റ് പറയുമ്പോഴത്തേക്ക് ഒരു സോളിഡ് നേവി ബ്ലൂ ഷെയ്ഡാണ്. വണ്ടി റീപെയിൻറ്റഡ് ആണ്. കൊള്ളാം, പെയിൻ്റൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു റെട്രോ സ്റ്റിയറിംഗ് നമുക്ക് കാണാം. ഒന്നുമില്ല, ഒരു 2 സ്പോക്ക് ദ മാരുതി ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റ് മോഡൽ ആ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. വണ്ടി പക്ക സ്റ്റോക്ക് തന്നെയാണ്. വണ്ടിയുടെ ഹോണിൻ്റെ സ്വിച്ചസ് ഇവിടെ, ഗിയർ ലിവർ ഇവിടെ വരുന്നു. ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ വളരെ ബേസിക് ആണ്, വേറെ ഒന്നുമില്ല. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, അതിനകത്തോ സ്റ്റീരിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. സീറ്റ്സും ആ പഴയ സീറ്റ്സ് ഭയങ്കര സുഖമാണ് കേട്ടോ. ഈ സീറ്റ്സ് പഴയ കുഷ്യൻ, നമ്മുടെ പഴയ അംബാസഡറിനൊക്കെ വരുന്ന പോലത്തെ ആ ഒരു സീറ്റ്സ്, അത് ഭയങ്കര രസമാണ്. പിന്നെ 97 വണ്ടിക്കൊന്നും സീറ്റ് ബെൽറ്റ് വന്നിട്ടില്ലായിരുന്നു. ഇത് ആഫ്റ്റർ മാർക്കറ്റ് അല്ല, സീറ്റ് ബെൽറ്റ് കയറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നോക്കുമ്പോഴത്തേക്ക് ഡോർ പാഡിലൊന്നും കാര്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് താഴെ നമ്മുടെ ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ വരുന്നു. ആക്സിലേറ്റർ ബസ്സിൻ്റെ ഒക്കെ കൂട്ട് ഇവിടെ ഇങ്ങനെ ഫ്ലോറിൽ നിന്ന് വരുന്ന രീതിക്കാണ് കേട്ടോ ആക്സിലേറ്റർ വന്നേക്കുന്നത്. ബസ്സിൻ്റെ ഒക്കെ വരുന്ന പോലെ ഫ്ലോറിൽ നിന്നാണ് വരുന്നത്, മേളിൽ നിന്ന് കണക്റ്റഡ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ മീറ്റേഴ്സിന്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ടെമ്പറേച്ചർ ഗേജ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. വളരെ ബേസിക് ആണ്. ഇൻഡിക്കേറ്റേഴ്സിന്റെ ഹെഡ് ലാമ്പിന്റെ ഒക്കെ വാണിംഗ്, പിന്നെ ഓയിൽ, ബാറ്ററി, ബ്രേക്ക്, ഇതിന്റെ ഒക്കെ വാണിംഗ് കാര്യങ്ങൾ. ഇത് നമ്മുടെ ഗ്യാസിന്റെ കണക്ഷൻസും കാര്യങ്ങളും സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. പവർ ഓൺ ഓഫും അതിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. വേറെ ഒന്നുമില്ല, ബേസിക് ആണ്. സ്റ്റീരിയോ സംഭവങ്ങൾ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി എല്ലാം നമ്മളായിട്ട് തന്നെ ഇതിനകത്ത് ചെയ്ത് വരണം, അത്രയൊക്കെയാണ്. അതുപോലെ തന്നെ അതായത് ഇവിടെ ഒരു ലൈറ്റ് വരുന്നു. ലൈറ്റിന് പവർ കുറവാണ്, അത് കൊടുക്കണം നമുക്ക്. റിയർ വ്യൂ മിറർ പി ഡിസൈനിലുള്ള റൂഫ് ടോപ്പ് വരുന്നു. പിന്നെ ഇവിടെ ഒരു കുഷനിങ് കാര്യങ്ങൾ. ഈ സീറ്റ് ഭയങ്കര കംഫർട്ടാണ്, പഴയ അംബാസഡറിനൊക്കെ വരുന്ന പോലെ സോഫ സീറ്റ്. അത് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. വണ്ടി ഭയങ്കര രസമുണ്ട്. ആ ഒരു സീറ്റിൽ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക, ട്രാവൽ ചെയ്യാനും ഇരിക്കുമ്പോഴും എല്ലാം ഭയങ്കര, നമുക്കൊരു നല്ലൊരു തൈ സപ്പോർട്ടും അതുപോലെ തന്നെ ചാരി ഇരിക്കുമ്പോഴത്തേക്ക് ബാക്കിലും ഒക്കെ ഒരു സപ്പോർട്ട് വരുന്നു. ഹെഡ് റെസ്റ്റിന്റെ ഹൈറ്റ് കുറവാണ്, പൊക്കി വെക്കാൻ തോന്നുന്നു, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. അവിടെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് കിഡ്നാപ്പിംഗ് സെറ്റ്, പഴയ സ്ലൈഡിംഗ് ഡോർ, 5 സീറ്ററാണ് വണ്ടി. വണ്ടിക്ക് വീൽ കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ചെന്നിട്ട് റെഡിയാക്കണം എന്തായാലും. ബാക്കിലും അതുപോലെ തന്നെ ബെഞ്ച് സീറ്റ്, സോഫ സെറ്റാണ് വരുന്നത്. കറക്റ്റ് പക്ക ഒരു സോഫ പോലെയാണ്, എന്താ പറയുക, പഴയ സ്പ്രിങ് സോഫ പോലെ ഭയങ്കര സുഖമാണ് കേട്ടോ ഇരിക്കാൻ. അതുപോലെ തന്നെ റൂഫിലൊക്കെ ആ ഒരു റെട്രോ കുഷൻ റൂഫ് ടോപ്പിലൊക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ കാണാനൊരു ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അത് നോക്കാം. ബാക്കിലത്തെ സീറ്റിൽ നമുക്ക് ലൂക്ക ബ്രോ എന്ന് കയറ്റി ഇരുത്തി നോക്കാം. കയറി ബാഗെല്ലാം താഴെ വെച്ചോ ബ്രോ. എങ്ങനെയുണ്ട് ബ്രോ? സീറ്റിംഗ് ഭയങ്കര സുഖമല്ലേ, ആ പഴയ സീറ്റിന്റെ സുഖമല്ലേ, പഴയ സോഫ സീറ്റിന്റെ സുഖം. അതൊരു ഭയങ്കര രസമുണ്ട്. ലൂക്ക ബ്രോയ്ക്ക് കാലൊക്കെ നീട്ടി സുഖമായിട്ടിരിക്കാൻ തോന്നുന്നില്ലേ. ഇവിടെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്രോളിന്റെ ലിഡ് ഇവിടെ കാണാം, അതുപോലെ തന്നെ ഗ്യാസിന്റെ ലിഡ് ഇവിടെ വരുന്നുണ്ട്. ബാക്കിലോട്ട് വരുമ്പോഴും വളരെ ബേസിക് ആണ്. റിവേഴ്സ് ലൈറ്റ് ബമ്പറിന്റെ താഴെ വരുന്നു. ഇവിടെ ബ്രേക്ക്, പാർക്ക്, റിവേഴ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ LPG കിറ്റ് ഇരിക്കുന്നു. ഇതൊരു 60 ലിറ്ററിന്റെ ഇറ്റാലിയൻ ഇമ്പോർട്ടറാണ് കേട്ടോ. ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ടാങ്കാണ്. 60 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു LPG കിറ്റാണ് വണ്ടിയുടെ ബാക്കിൽ വരുന്നത്. ഫ്ലോറൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. പാച്ചോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഫ്ലോറെല്ലാം ഭയങ്കര നീറ്റാണ്. ബാക്കി നോക്കുമ്പോഴത്തേക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ. സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം കേട്ടോ. ആംബുലൻസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ വണ്ടി. അവിടുന്ന് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അപ്പുറത്ത് കണ്ട പോലെ തന്നെ ആ ഒരു സ്ലൈഡിങ് ഡോറും കാര്യങ്ങളും, ഇവിടെ മാർക്കർ ലൈറ്റ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സൈഡിലും വരുന്നത്. നമ്മുടെ വണ്ടി മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ബോക്സി ഷേപ്പിൽ ഒരു ക്യൂട്ട് ലുക്കിൽ, ആ ഒരു റെട്രോ ക്യൂട്ട് ലുക്കിലിരിക്കുകയാണ് നമ്മുടെ വണ്ടി. എന്തായാലും എനിക്ക് ഇതിൻ്റെ ഹെഡ് ലാമ്പ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഹെഡ് ലൈറ്റ്സിൻ്റെ റൗണ്ട് ഷേപ്പ് ഞാൻ ലൂക്കടുത്ത് പോകുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ ഇത്തിരി ന്യൂ മോഡൽ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് ലാമ്പ് റൗണ്ട് രീതിയിലേക്ക് ആക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്തായാലും അതിൻ്റെ ആവശ്യം വന്നില്ല. നമുക്ക് എന്താ പറയുക, ആ റെട്രോ ഫസ്റ്റ് മോഡൽ വണ്ടി തന്നെ കിട്ടി, റൗണ്ട് ഹെഡ് ലാമ്പുമായിട്ടുള്ള വണ്ടി തന്നെ കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ലൂക്ക ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ട്രാവൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ വെളുപ്പിന് 4 മണിക്ക് ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാ വണ്ടി തപ്പി. അതെ, പിന്നെ വയനാട് ചെന്നിട്ടാ ഒരു ഗ്ലാസ് ചായ ഞങ്ങൾ കുടിക്കുന്നത്. അതെ, അതുവരെ എങ്ങനെയും ടൈമിന് ഓടി ഈ കേരളത്തിന്റെ ഒരറ്റത്തുനിന്ന് ഈ ഒരറ്റം വരെ
ഓടി എത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. ഈ വണ്ടി എടുക്കുക, വണ്ടി ഇട്ടുക എന്നുള്ള ഈ വണ്ടിയല്ല കേട്ടോ. ലക്ഷ്യം. അതെ, ഞങ്ങളെ കാണിച്ച വണ്ടിയെ തപ്പി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഓടി. പക്ഷെ രാത്രി 7 മണി 8 മണിക്ക് ഞങ്ങൾ അവിടെ ചെന്ന് എത്തി ഞങ്ങളെ പറ്റിക്കപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. നമ്മുടെ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ അയച്ചു തന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി സൂപ്പർ വണ്ടിയാ കയറി വാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അടുത്ത് ചെന്ന് ചെല്ലാറാകുമ്പോഴത്തേക്ക് ഓരോ വളം വരുമ്പോൾ ലാസ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് പെട്രോൾ ടാങ്ക് ഇല്ല, ബ്രേക്ക് ഇല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണെന്ന് പറഞ്ഞത്. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ ടയറൊക്കെ പൊതഞ്ഞ് ആകെ നാശ അവസ്ഥയിൽ കിടക്കുന്നു. അങ്ങനെ ഞങ്ങള് വിഷമിച്ച് തിരിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങള് ലോറിയിലൊക്കെ കയറി സാഹസികമായി ഞങ്ങൾ വന്നു. അവിടുന്ന് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഇവൻ കാണിച്ച ഈ പരിപാടി കൊണ്ട് ഭയങ്കര വിഷമവും ദേഷ്യം കാരണം കളയാൻ തിരിച്ച് വീട്ടിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു വണ്ടിയുടെ ആഡ് ഞങ്ങൾ പെട്ടെന്ന് ഫേസ്ബുക്കിൽ കാണുന്ന വെളുപ്പാങ്കാലത്ത് തന്നെ അയാളെ കുത്തിപ്പൊക്കി ഞങ്ങൾക്ക് വണ്ടി വേണം, കാര്യങ്ങൾ എങ്ങനെ ഇപ്പം വരുവാന്ന് പറഞ്ഞ് അടുത്ത് ഓൺ ദ സ്പോട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് KSRTC സ്റ്റാൻഡിൽ ഞങ്ങൾ പോയി അടുത്ത വണ്ടിക്ക് നേരെ തൃശ്ശൂർ വന്ന് ഇറങ്ങി. വെളുപ്പിന് 5 മണിക്ക് പൈസ കൊടുത്ത് വണ്ടി മേടിച്ച് നാട്ടെ നേരെ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക. തേക്കിൻകാട് മൈതാനത്ത് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ കാഴ്ചവെച്ച് ഞങ്ങൾ തൃശ്ശൂരിനോട് വിട പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ്. തൃശ്ശൂർ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 27 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിൽ ഏകദേശം 10 ജില്ലയോളം നമ്മൾ കവർ ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം 10 ജില്ലയോളം. ഇനി പോവാൻ ആ ഒരു സൈഡ് നോർത്തിലോട്ട് ടു കൊല്ലം ഫ്രം വയനാട് ഇനി ഉള്ള ജില്ലകളെല്ലാം പോയിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു 27 മണിക്കൂർ കൊണ്ട്. വല്ലാത്ത ട്രാവലായിപ്പോയി. എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടുവിന് താപ്പോട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ അല്ലേ, മുതുകും അവസ്ഥയായിപ്പോയി. വണ്ടി വിൽക്കാനുള്ളവരോടാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ വണ്ടി വിൽക്കാനുള്ളവരോട് നമ്മളൊരു കാര്യം പറയാം. നിങ്ങളൊരു വണ്ടി സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജെനുവിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിനുണ്ടോ അതെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞ് മാത്രം ആൾക്കാരെ വിളിച്ചെടുത്ത്. ഇപ്പോൾ നമുക്ക് പറ്റിയ പോലെ തന്നെ ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് ഇതുപോലെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചിലപ്പം ചാടി പുറപ്പെട്ട് വരും. പ്രാക്ടിക്കലി നോക്കുന്നവരൊന്നും അങ്ങനെ വരത്തില്ല. ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ വണ്ടിപ്രാന്തം കൊണ്ട് നടക്കുന്നവരെല്ലാം ആഗ്രഹത്തിൻ്റെ പുറത്ത് ചാടി വരും. അങ്ങനെയുള്ളവരെ സത്യം പറഞ്ഞാൽ പറ്റിക്കരുത്. നമ്മുടെ ഒരു ഇതിൽ നിന്ന് എന്താ പറയുക, നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചാട്ടോ. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മൾ വെളുപ്പിനെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി 8 മണി ആയപ്പോഴാണ് വയനാട് ഈ പറയുന്നൊരു സ്പോട്ടിൽ, അത് വയനാട് അങ്ങേ ഒരറ്റം നമ്മൾ ആ സ്പോട്ടിൽ ചെല്ലുന്നത്. വണ്ടി ഫോട്ടോയിലൊക്കെ കാണണം, പക്ക വണ്ടിയാണ്, സൂപ്പറാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പറയുന്നത് വണ്ടിക്ക് പെട്രോൾ ടാങ്ക് ഇല്ല, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല, വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല, വണ്ടിക്ക് ടയറില്ല, വണ്ടിക്ക് പേപ്പറില്ല, ഇൻഷുറൻസ് ഇല്ല, ടാക്സ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ, ഒരു സംഭവമില്ല. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മളെ ഇത്രയും ദൂരം, അതായത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഏകദേശം നമ്മളെ വലച്ചിട്ട് എന്താ പറയുക, വല്ലാത്തൊരു ചതിയായി. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ വണ്ടി സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജെന്യൂനായിട്ട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സെല്ല് ചെയ്യുക അല്ലേ. നമ്മുടെ അവസ്ഥ വേറെ ആർക്കും വരാതിരിക്കട്ടെ. അതെ, അതുപോലെ വണ്ടി വാങ്ങാൻ ഇറങ്ങുന്നവരും എല്ലാ കാര്യങ്ങളും ഞങ്ങളെപ്പോലെ എടുത്തു ചാടി ഇറങ്ങാതെ, ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുത്തു ചാടി ഇറങ്ങാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചതാണ്, നമ്മുടെ അടുത്ത് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാലും ഒന്ന് റീതിങ്ക് ചെയ്ത് നല്ലോണം കാര്യങ്ങളെല്ലാം തിരക്കി തന്നെ ഇറങ്ങുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇനി വരും ദിവസങ്ങളിൽ നമ്മളെന്തായാലും കണ്ടിന്യൂസ് വീഡിയോസും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വിത്തിൻ ഒരു 2-3 വീക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനു മുമ്പ് നമ്മുടെ വണ്ടി അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത്. ഇനി നമ്മുടെ വണ്ടിയിലെ ബിൽറ്റ് കാര്യങ്ങൾ അതെല്ലാം ഓരോ ദിവസം ഓരോരോ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.